എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാവില്ലേ, ഫാൻസി ഡ്രസ്സ് അതുപോലെയുള്ള കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ന്യൂസ് പേപ്പർ നമ്മൾ തീമായിട്ട് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഡ്രസ്സും പിന്നെ ആക്സസറീസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എങ്ങനെ അത് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പം നമുക്ക് ഇങ്ങനെ അത് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ വേണം, പിന്നെ സ്റ്റാപ്ലർ വേണം, സിസേഴ്സ് വേണം, ഗ്ലൂ ഗൺ വേണം, പിന്നെ എന്താണ് ഫെവിക്കോൾ വേണം. പിന്നെ ഞാൻ ഇതുപോലുള്ള ഒരു സഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ചാക്കോ, വലിയ കുട്ടികളാണെങ്കിൽ ചാക്കൊക്കെ എടുക്കാം. ഇതുപോലെ പ്ലാസ്റ്റിക് ചാക്ക് കിട്ടില്ലേ നമുക്ക്, അതെടുക്കാം. ഇതിപ്പോൾ ഞാൻ മോൾക്ക് ചെറുതായതുകൊണ്ടാണ് അതെടുത്തത് കേട്ടോ. പിന്നെ ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് മടക്കുക. പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു അളവ് ഡ്രസ്സ് നമ്മൾ എടുക്കുക, നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വയ്ക്കുക. നമുക്ക് നെക്കും പിന്നെ സ്ലീവും അതാണ് മാർക്ക് ചെയ്യേണ്ടത്. അത് മാത്രം മതി, വേറെ ഒരു മെഷർമെൻറ്റും നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് നെക്ക് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. എത്രയാണോ വരുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് സ്ലീവ്സ് ഇതുപോലെ പിടിച്ചിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് സൈഡൊന്നും വേണ്ട. ഇത് നമ്മൾ എന്താ പറയുക, നമ്മൾ ബാക്കിലോട്ട് ടൈറ്റായിട്ട് കിട്ടുക ചെയ്യുക എല്ലാം കഴിഞ്ഞിട്ട് അവസാനം. അപ്പം നമുക്ക് ഷേപ്പ് അതൊന്നും വേണ്ട, നമുക്ക് നെക്കും സ്ലീവും മാത്രം മതി. പിന്നെ നെക്ക് ഞാൻ കുറച്ച് വൈഡായിട്ടാണ് ചെയ്യണത് കേട്ടോ. എന്താ പറയുക, അളവിൻ്റെ കുറച്ച് ഒരു ഇതാണ്, ചെറിയ നെക്ക്. അപ്പോൾ ഞാനിത് വൈഡായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ സ്ലീവും 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, സ്ലീവിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തതും വിട്ടിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. നേരെ അങ്ങോട്ട് മാർക്ക് ചെയ്യുക, നമുക്ക് വേറെ ഒന്നും വേണ്ട. നെക്കും സ്ലീവും മാത്രം മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നെക്ക് കുറച്ച് വൈഡായിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിങ്ങനെ കീറി നിൽക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. പിന്നെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. സ്ലീവിൻ്റെ ആ ഒരു ഭാഗം അതിങ്ങനെ മുഴുവനായിട്ടും ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ താഴെ ഭാഗം ഉണ്ടല്ലോ, ഈ പല്ലി വരുന്ന ഭാഗം, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. ഇത്ര മാത്രമേ ഉള്ളൂ കട്ടിങ്. നമ്മൾ വേറെ ഒന്നും കട്ടിങ്ങിൽ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇനി എന്താണ്, നമ്മളിതുപോലെ യോക്ക് ഭാഗം നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു അളവ് എടുക്കുക നിങ്ങൾ. ഇപ്പോൾ മോൾക്ക് 8 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. പിന്നെ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. യോക്ക് ഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ബാക്ക് വശം നിങ്ങൾ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. നമുക്കത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഇടാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കടത്താനായിട്ട് പറ്റില്ല എല്ലാം കഴിയുമ്പോൾ. ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളത് ബാക്കിൽ അവസാനം കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ ചെയ്യാം. ഇതുപോലെ മടക്കുക, ഇതുപോലെ സെൻറ്ററിൽ മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടി മടക്കാം. 4ആയിട്ട് നമ്മൾ മടക്കണം. ഇത് നമ്മൾ ഫ്രോക്കിൻ്റെ താഴെ ഭാഗത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, താഴെ ഭാഗം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. 4ആയിട്ട് മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിതുപോലെ 4 പീസ് കിട്ടുമല്ലോ. ഇത് ഞാൻ പറഞ്ഞ മോളുടെ ഇതിലാണ് ചെയ്യണത്. ഇപ്പോൾ ഞാൻ എൻ്റെ മോളുടെ അളവിലാണ് ചെയ്യണത്. അപ്പോൾ 1.25 വയസ്സാണ് ആൾക്ക്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വലുതായിട്ടാണ് വരിക കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്ര വലുപ്പം വേണ്ട. അപ്പോൾ വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ 5-6 വയസ്സുള്ള കുട്ടികൾക്കാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വലുപ്പം മതി, ഈ ഒരു വലുപ്പം വേണം. അപ്പോൾ മോൾക്കായതുകൊണ്ട് ഞാൻ ഇത് കുറച്ചുകൂടി കട്ട് ചെയ്ത് കളയാണ് കേട്ടോ, ഇത്ര വലുപ്പം വേണ്ടാത്തതുകൊണ്ട്. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കോണായിട്ട് നമ്മൾ മടക്കിയിട്ട് കട്ട് ചെയ്യാണ്. ഇതുപോലെ നമ്മൾ മടക്കുക ഉണ്ടോ, ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ മടക്കിയിട്ട് ഞാൻ ആ എക്സ്ട്രാ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാണ്. ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ കുഞ്ഞിന് നിങ്ങളുടെ വലുപ്പം നോക്കിയിട്ട് ഇതാക്കുക. വലിയ കുട്ടികൾക്ക് ഇത് വലുത് തന്നെ എടുക്കാം, മീൻസ് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്.
ഇതുപോലെ നമുക്ക് ഇനി നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഇത് ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഇതുപോലെ ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ കപ്പലണ്ടിയൊക്കെ കപ്പലണ്ടിയൊക്കെ കിട്ടില്ലേ, അതുപോലെ നമ്മൾ എന്താ പറയുക മടക്കിയെടുക്കുകയാണ്. എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം ഒരു മടക്കിയിട്ട് പിന്നെ ഇതുപോലെ മടക്കുക. നമ്മൾ ഫെവിക്കോൾ തേച്ച ഭാഗം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് ഇതുപോലെ ചെയ്യേണ്ട ഒന്നുകൂടി കാണിക്കാം. നമ്മൾ ആദ്യം ഫെവിക്കോൾ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു അറ്റം ഇതുപോലെ പിടിച്ചിട്ട് ഉള്ളിലോട്ട് മടക്കുക. പിന്നെ അത് തിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. ഇതുപോലെയാണ് നമ്മൾ ചെയ്യണത്. താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം വേണം. ഉണ്ടോ, ഞാൻ കുറച്ചധികം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മോൾക്കായതുകൊണ്ട് ഞാൻ 2 ലെയറാണ് കേട്ടോ ചെയ്യണത്. ഇനി നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുക, അത് ഇതുപോലെ മടക്കുക, ഒന്നുകൂടി മടക്കുക കേട്ടോ. നമുക്ക് ആ ചെയ്തിട്ടുള്ളത് ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ ന്യൂസ് പേപ്പർ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇതിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സ്റ്റേപ്ലർ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ 2 ലെയറാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ലെയർ പിന്നെ ഒരു ലെയർ. മോൾക്ക് ഇത്രയും ആവശ്യം വന്നുള്ളൂ ചെറുതായതുകൊണ്ട്. വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് 4-5 ലെയറൊക്കെ ചെയ്യാം, ഉയരമുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ 2 ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ നമ്മുടെ ഈ എന്താ പറയുക സഞ്ചി, ആ തുണി ഇതിലോട്ട് നമ്മളത് വെച്ച് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, നമ്മൾ യോക്ക് ഭാഗം മാർക്ക് ചെയ്തിട്ടില്ല, അവിടെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലൂ ഗൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സ്കൂളിലൊക്കെ കോമ്പറ്റീഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂ ഗൺ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒപ്പം തന്നെ നമ്മൾ തുന്നി കൊടുക്കുക. എല്ലാവരും തുന്നണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ തുന്നി കൊടുക്കുക. ഇടയിൽ തുന്നി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോരും. കുഞ്ഞുങ്ങൾ നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അത് ഊരിപ്പോരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ തുന്നുന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് തുന്നി ഇടയിൽ മുഴുവനായിട്ട് തുന്നണ്ട, നിങ്ങൾ ഇടയിൽ തുന്നി കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഗ്ലൂ ഗണ്ണും ചെയ്യാം, തുന്നിയും കൊടുക്കാം. അപ്പം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നിങ്ങൾക്ക് ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് യോക്ക് ഭാഗം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ മടക്കി നമ്മൾ അതിൻ്റെ സൈഡുകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. മടക്ക് ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാതും നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ചെയ്യണം. ഇനി ഇതുപോലെ മടക്കുക, ഒന്നുകൂടി മടക്കുക. ഇനി നമ്മൾ ഇതിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് കട്ട് ചെയ്യണ്ട, ഇതുപോലെ കാണുന്ന പോലെ ഇതുപോലെ കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്ന് എടുക്കുക. ഇത് നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിൽ ചെയ്തെടുക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം.
പിന്നെ നമ്മൾ ഏറ്റവും മുകളിലത്തെ ലെയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകൾ ഭാഗം ഒന്ന് മടക്കുക, ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നിങ്ങൾ വെച്ചു കൊടുക്കുക, ഇതുപോലെ വെച്ചു കൊടുക്കുക. കുറച്ചും കൂടി ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യണത്. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഗ്ലൂ ഗൺ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക, ഇതുപോലെ ചെയ്യുക. പിന്നെ ഇതും ആ ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഇതിപ്പോൾ മുഴുവനും ഞാനിത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിലൂടെയാണ് കേട്ടോ കൈ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക. എന്തെങ്കിലും ചരടോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്, ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. പിന്നെ ഞാൻ ഇതുപോലെ നമുക്ക് ആക്സസറീസ് ഉണ്ടാക്കാം, അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ഉണ്ടാക്കാം. ഇത് ജസ്റ്റ് ഞാൻ ഇതുപോലെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ നമ്മൾ വള പോലെ കയ്യിൽ വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ. Hi, I am a newspaper girl. I would like to tell you one thing.